അടുത്തതായി ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ട് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മൈസൂർ ക്രിക്കറ്റ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. 31 ഡിസംബർ 2024 റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലുമായിട്ട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഡ്ജർ ബാലൻസസ് കൊടുത്തിട്ടുണ്ട്. 1/1/2024 ലെഡ്ജർ ബാലൻസസ് കൊടുത്തതായിട്ട് കാണാം. ദെൻ പിന്നീട് തൊട്ട് താഴെയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റലൈസ് 50% ഓഫ് ലെഗസീസ് ആൻഡ് എൻട്രൻസ് ഫീസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 1200 പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓയിങ് ഫോർ റെൻറ്റ് 600 പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിപ്രീസിയേറ്റ് ഫേർണിച്ചർ അറ്റ് 10% ആൻഡ് സ്പോർട്സ് മെറ്റീരിയൽസ് ബൈ 2000 പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. 31 ഡിസംബർ 2024 ഈ ഒരു ക്ലബ്ബ് പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുന്ന ഓരോ ഐറ്റംസും കൃത്യമായിട്ട് ടിക്ക് മാർക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു ശ്രമം നടത്തുക. ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനി ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്, ഏതെങ്കിലും ഐറ്റം എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ഐറ്റവും എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് എടുക്കുക. ഓക്കെ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ബ്രോ ഡൗൺ കൊടുത്തിട്ടുണ്ട് 12,000 രൂപ. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2023 2024 2025 സബ്സ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഗസീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് ഫീസ്, ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് 2000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ 1500 രൂപക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2000 ആണ്. ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട് 15,000 രൂപക്ക്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പീരിയോഡിക്കൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ റെൻറ്റ് 2 വർഷത്തെ റെൻറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് 2000. സാലറി 5,000 കൊടുത്തിട്ടുണ്ട്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 5,300. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 10,000. ഇത്രയും ഐറ്റംസാണ് നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ഓപ്പണിംഗ് ഡേറ്റിലെ ലെഡ്ജർ ബാലൻസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ്, 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം. നമ്മുടെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒരേ ടൈമിൽ ക്വസ്റ്റ്യനും ആൻസറും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. അതിനുശേഷമാണ് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വീഡിയോ ക്ലാസ്സുകളായിട്ട് കാണേണ്ടത്. ഓക്കെ, ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2024. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഐറ്റം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഒരു ലോങ് ടേം ഐറ്റമാണ്, നമ്മൾ എടുക്കുന്നില്ല. രണ്ടാമതായിട്ട് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വരുന്നുണ്ട്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാം. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 രൂപയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 രൂപ എഴുതിയതായിട്ട് കാണാം. പിന്നീട് പീരിയോഡിക്കൽസ് ആണ്, 200 രൂപയാണ് പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പീരിയോഡിക്കൽസ് എന്ന് പറയുന്നതും ഒരു റവന്യൂ നാച്ചുറലുള്ള ഐറ്റമാണ്. പീരിയോഡിക്കൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം.
പിന്നീട് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഐറ്റമാണ്, ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റമാണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാൻ പാടില്ല. പിന്നീട് വരുന്നത് റെൻ്റാണ്. റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 വർഷത്തെ റൈസ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നത് 31 ഡിസംബർ 2024 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 2024 ബന്ധപ്പെട്ട റെൻറ്റിൻ്റെ എമൗണ്ട് 4500 ദെൻ പിന്നീട് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഓയിങ് ഫോർ റെൻറ്റ് കൊടുത്തിട്ടുണ്ട് 600. ഓയിങ് ഫോർ റെൻ്റ് എന്ന് പറയുന്നത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഈ വർഷം കൊടുക്കാനുള്ള റെൻ്റാണ്, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഈ വർഷം കൊടുക്കാനുള്ള റെൻറ്റ് നമ്മൾ ടോട്ടൽ റെൻറ്റ് കാണുന്ന സമയത്ത് ആഡ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ 2024 4500 രൂപയുടെ കൂടെ ഈ വർഷം ഇനിയും കൊടുക്കാനുള്ള റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ 5100 രൂപയാണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. പിന്നീട് വരുന്നത് അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് ആണ്. അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നതും ഒരു റവന്യൂ നാച്ചുറലുള്ള ഐറ്റമാണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കേണ്ട ഐറ്റമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സാലറി ആണ്. സാലറി നമ്മൾ ഒന്നാമത്തെ ഐറ്റമായിട്ട് എടുത്തിട്ടുണ്ട്. സാലറി 5000 ആണ്. സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പിന്നീട് വരുന്നത് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ്. 5300 രൂപയാണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നതും ഒരു റവന്യൂ നാച്ചുറൽ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കേണ്ടതുണ്ട്. ദെൻ ഇത്രയും ഐറ്റംസ് ആണ് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് തരുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ സാധാരണ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. ദെൻ ഇത്രയും ഐറ്റംസ് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എവിടത്തേക്ക് പോകാം, റെസീപ്റ്റ് സൈഡിലേക്ക് വരാം. റെസീപ്റ്റ് സൈഡിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഐറ്റം ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ സാധാരണയായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2023, 2024 2025 സബ്സ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31 ഡിസംബർ 2024 അതുകൊണ്ട് തന്നെ 31 ഡിസംബർ 2024 ബന്ധപ്പെട്ട സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു 2024 എന്ന് പറയുന്നത് 15,000 ആണ്. ദെൻ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 1200. ഈ വർഷം ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുണ്ട് എങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ കൂടെ ഈ വർഷത്തെ ഇൻകമായിട്ട് മാറേണ്ടതാണ്. 1200 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16,200 രൂപയാണ് നമുക്ക് വരുന്നത്. ദെൻ പിന്നീട് അടുത്തൊരു ഐറ്റമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ലെഗസീസ് ആണ്. ലെഗസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ട് തന്നിരിക്കുന്നത് 12,000 ആണ്. ആ ലെഗസീസുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ക്യാപിറ്റലൈസ് 50% ഓഫ് ലെഗസീസ് ആൻഡ് എൻട്രൻസ് ഫീസ്. ലെഗസീസിൻ്റെയും എൻട്രൻസ് ഫീസിൻ്റെയും 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12,000ൻ്റെ 50% ആയിട്ടുള്ള 6,000 മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള 6,000 നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് എൻട്രൻസ് ഫീസും പറഞ്ഞിരിക്കുന്നത്. 8,000 ആണ് എൻട്രൻസ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. ആ 8,000ൻ്റെ 50% ആയിട്ടുള്ള 4,000 മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻ്റ് ആണ്. 2000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. 1500 രൂപക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഡിഫറൻസ് 500 രൂപ എന്ന് പറയുന്നത് നമ്മൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ലോസ് ഓൺ സെയിൽ ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് കാണിച്ചതായിട്ട് കാണാം. 2000 മൈനസ് 1500 500. ദെൻ 500 രൂപ എന്ന് പറയുന്നത് ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കാണിച്ചിരിക്കുന്നത്.
പിന്നീട് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ഐറ്റം റെസീപ്റ്റ് സൈഡിൽ അടുത്തൊരു ഐറ്റം പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ് 2000 രൂപ. ഇൻട്രസ്റ്റ് ഒരു റവന്യൂ നാച്ചുറലുള്ള ഐറ്റമാണ്. ആ ഒരു റവന്യൂ നാച്ചുറൽ ഐറ്റം കൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 10% ആൻഡ് സ്പോർട്സ് മെറ്റീരിയൽസ് ബൈ 2000. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10% ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫർണിച്ചർ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ലെഡ്ജർ ബാലൻസസ് കൊടുത്തിട്ടുണ്ട്. 18,000 രൂപയാണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 10% 1,800 രൂപ ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കേണ്ട ഒരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 1,800 ആണ്. സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഡിപ്രീസിയേഷൻ 2000 ഓൾറെഡി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റം എടുക്കുന്നതോടുകൂടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മളിവിടെ ഇനി ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന റവന്യൂ നാച്ചുറൽ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്. 28,200 രൂപയാണ് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ 5,300 രൂപ ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറയുന്നത്. 5,300 രൂപയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. 5,300 രൂപയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കാത്ത ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കണം. അസറ്റ്സുകളൊക്കെ നമ്മൾ അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ലെഡ്ജർ ബാലൻസ് ആയിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ നിങ്ങളുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 12,000 റുപ്പീസാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വർഷം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് 15,000 രൂപ. അത് ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടതായിരിക്കും. പേയ്മെൻറ്റ് സൈഡിലാണ് കാണുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്തതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. 15,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 12,000ൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യണം. ടോട്ടൽ 27,000 ആണ് കിട്ടുന്നത്. പിന്നീട് ഈ ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് 2,000 രൂപ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 2,000 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 2,000 രൂപയുടെ കോസ്റ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ₹2,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു, സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സെയിൽ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ് 12,000ൻ്റെ കൂടെ ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തത് ആഡ് ചെയ്തു 27,000 ആണ്. ലെസ് സോൾഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം 2,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2,000 രൂപ നമ്മൾ ലെസ് ചെയ്യണം, മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന 2,000 രൂപ ഡിപ്രീസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ടാണ് എമൗണ്ട് കോളത്തിലേക്ക് സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 23,000 ആണ്. ആ 23,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എമൗണ്ട് കോളത്തിലേക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന മറ്റൊരു ഐറ്റമാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. ഫർണിച്ചർ 18,000 ആണ് ബാലൻസ് ആയിട്ട് നമുക്ക് ലെഡ്ജർ ബാലൻസസ് കൊടുത്തതിൽ
ഓപ്പണിംഗ് ബാലൻസസ് 18,000 കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൽ നിന്നും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ 18,000-ൻ്റെ 10% 1,800 രൂപ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനാണ്. ആ ഡിപ്രീസിയേഷനും കൂടെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിലേക്ക് ഫർണിച്ചറിൻ്റെ എമൗണ്ട് കാണിക്കേണ്ടത്. 16,200 രൂപയാണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നീട് നമ്മൾ എടുക്കേണ്ട ഒരു ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ എമൗണ്ട് 10,000 രൂപയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന ഒരു ഐറ്റമാണ്, അസറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഈ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഈ വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ്, റിസീവബിളാണ് 1,200 രൂപ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് നമുക്കതിനെ വിളിക്കാം. 1,200 രൂപ ഈ വർഷം കിട്ടാനുള്ളതായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നീട് ക്ലോസിംഗ് ക്യാഷാണ്, ക്യാഷ് ഓൺ ഹാൻഡ്. ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്യാഷ് ബാലൻസ് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ 10,000 രൂപയാണ് നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ക്യാഷ് ആയിട്ടുള്ളത്. ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ലാബിലിറ്റി സൈഡിലേക്ക് വരാം. ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് സർട്ടൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ട് അല്ലെ, ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. അതിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പകരം ഓപ്പണിംഗ് ഡേറ്റിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയും ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുകയും വേണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്, ഫേർണിച്ചർ എഴുതിയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എഴുതിയിട്ടുണ്ട്, ക്യാഷ് ഓൺ ഹാൻഡ് 12,000. നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ് ബ്രോ ഡൗൺ ആണ് ക്യാഷ് ഓൺ ഹാൻഡ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്, കാരണം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലെഡ്ജർ ബാലൻസസ് ആയിട്ട് 1/1/2024 ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് തന്നിട്ടുണ്ട് 500 രൂപയാണ്. ആ ഒരു 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ലാബിലിറ്റി സൈഡിലേക്ക് കാണിക്കണം. ഇത്രയും ഐറ്റംസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 43,500 ലാബിലിറ്റി സൈഡിൽ ബാലൻസ് വരുന്നത്. ഇങ്ങനെ കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിലേക്ക് കാണിക്കേണ്ടത്. ടോട്ടൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന 43,500 ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചു 43,500. ഇതിൻ്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന 50% ലെഗസീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് ഫീസിൻ്റെ 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിനെ ഈക്വലാക്കി എടുക്കാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 43,500. ആഡ് ലെഗസീസിൻ്റെ 50% 12,000-ൻ്റെ 50% ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 6,000 രൂപയാണ്. ആഡ് എൻട്രൻസ് ഫീസ് 8,000 രൂപയാണ്. അതിൻ്റെ 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 4,000 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന സർപ്ലസും കൂടെ ആഡ് ചെയ്യുക. 5,300 സർപ്ലസ് വരുന്നത്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് 58,800 എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കേണ്ടത്. പിന്നീട് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റാണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഒരു ലാബിലിറ്റിയാണ് 600 രൂപയും. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് 2025 സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒരു ലാബിലിറ്റിയാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ 2025 1000 രൂപ സബ്സ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു 2025 1000 രൂപ എന്ന് പറയുന്നത് 2024 നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചതാണ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ച എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1000 രൂപ കൂടെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കണം. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും അസറ്റ് സൈഡും അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡിൻ്റെയും ടോട്ടൽ 60,400 രൂപയാണ് രണ്ട് സൈഡിൻ്റെയും ടോട്ടൽ വരുന്നത്. നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ രണ്ടാമതായിട്ട് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഫണ്ടായിട്ട് എടുക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നു. അതിൻ്റെ കൂടെ സർപ്ലസ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ 50% ഈ ഒരു ക്വസ്റ്റ്യനിൽ 50% ലെഗസീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് ഫീസ് 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ലെഗസീസിൻ്റെ 50%ഉം എൻട്രൻസ് ഫീസിൻ്റെ 50%ഉം സർപ്ലസും ആഡ് ചെയ്തിട്ടാണ് എമൗണ്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ 10 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. നേരത്തെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ വരുന്ന, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു സെഞ്ച്വറി ക്ലബ്ബ് ഫോർ ദ ഇയർ 31 December 2024. നമുക്ക് താഴെ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഐറ്റംസ് ഒക്കെ നേരത്തെ നമ്മൾ കണ്ടുപരിചയമുള്ളതാണ്. ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. Question: You are required to prepare an income and expenditure account and balance sheet after making the following adjustments. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് there are 450 members each paying an annual subscription of ₹3 ആണ്. 450 മെമ്പേഴ്സാണ് ഈ ക്ലബിലുള്ളത്. ഓരോ മെമ്പേഴ്സും ആനുവലി സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് 3 രൂപയാണ് കൊടുക്കുന്നത്. then ₹27 being in arrears for 2023 at the beginning of this year. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എ ഡൊണേഷൻ ഓഫ് ₹200 വാസ് റോങ്ലി ഇൻക്ലൂഡഡ് ഇൻ സബ്സ്ക്രിപ്ഷൻസ് ഓഫ് ദ കറണ്ട് ഇയർ. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിൽ 200 രൂപ ഡൊണേഷൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 200 രൂപ റോങ്ലി ഇൻക്ലൂഡഡ് ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിൽ നിന്നും ആ ഒരു 200 രൂപ നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എൻറ്റയർ ഡൊണേഷൻ ആൻഡ് 3/4 ഓഫ് എൻട്രൻസ് ഫീസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. ഡൊണേഷൻ്റെ കംപ്ലീറ്റ് എമൗണ്ടും അതുപോലെ തന്നെ എൻട്രൻസ് ഫീസിൻ്റെ 4/3 ഭാഗവും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാലാമത്തത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട്. 31 December 2023 ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 30 രൂപയാണെന്നും ഇതിന് അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട് 54 രൂപയാണ്. പിന്നീട് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈ 6,000. 6000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്. അതിൽ 5% ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ സൊല്യൂഷനിലേക്ക് പോവാണ്. ആദ്യമായി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 December 2024. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഡെബിറ്റ് സൈഡായിട്ട് വരുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇൻകം സൈഡാണെന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചർ സൈഡാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുക. ആദ്യത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് സാലറിയാണ്. 1245 സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം 1245. പിന്നീട് പറയുന്നത് സ്റ്റേഷനറിയാണ്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ 240 രൂപ സ്റ്റേഷനറിയുടെ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയും കൊടുത്തിട്ടുണ്ട്.
ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേഷനറി കൺസ്യൂംഡ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആക്ച്വലി നമ്മൾ എത്ര എമൗണ്ടിൻ്റെ സ്റ്റേഷനറി ആണോ കൺസ്യൂം ചെയ്തിരിക്കുന്നത് ആ കൺസ്യൂം ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 240 രൂപ നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിൽ 30 രൂപയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷനറിയുടെ കൂടെ 240ൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് 30 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുകയും അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കായിട്ടുള്ള 54 രൂപ ക്ലോസിംഗ് സ്റ്റേഷനറി നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ട് കിട്ടുന്ന 216 രൂപയുടെ സ്റ്റേഷനറി ആയിരിക്കും നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 240 രൂപയുടെ സ്റ്റേഷനറി ഈ വർഷം വാങ്ങിയിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ നമ്മുടെ കയ്യിൽ 30 രൂപയുടേതുണ്ട്. അങ്ങനെ ടോട്ടൽ 270 രൂപയുടെ സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ക്ലോസിംഗ് സമയത്ത് 54 രൂപയുടെ സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 216 രൂപയുടെ സ്റ്റേഷനറിയാണ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. പിന്നീടുള്ള അടുത്തൊരു ഐറ്റമാണ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. റേറ്റ്സ് ആൻഡ് ടാക്സസുമായി ബന്ധപ്പെട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. 360 രൂപയാണ് ഡയറക്റ്റായിട്ട് നമുക്ക് എടുത്തെഴുതാം. ദെൻ പിന്നീട് വരുന്ന മറ്റൊരു ഐറ്റമാണ് ടെലഫോൺ എക്സ്പെൻസസ്. ടെലഫോൺ എക്സ്പെൻസസും ഒരു റവന്യൂ നാച്ചുറുള്ള ഐറ്റമാണ്. 60 രൂപയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ദ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നേരത്തെയുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോങ് ടേം ഐറ്റമാണ്. ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ദ നെക്സ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് 105 രൂപയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ എമൗണ്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റും ഒരു റവന്യൂ നാച്ചുറുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കാണിക്കാവുന്നതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ട് എമൗണ്ട് കാണിക്കാം. പിന്നീട് പോസ്റ്റേജ് ആണ്. പോസ്റ്റേജും അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് കാണിക്കാം. പിന്നീടുള്ള ഐറ്റം സൺട്രി എക്സ്പെൻസസ് ആണ്. സൺട്രി എക്സ്പെൻസസും ഒരു റവന്യൂ നാച്ചുറുള്ള ഐറ്റമാണ്. എക്സ്പെൻഡിച്ചർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ സൈഡിൽ സൺട്രി എക്സ്പെൻസസ് കാണിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വരുന്നത്. പിന്നീട് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. സാധാരണയായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഡൗണോ അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗണോ നമ്മൾ എടുക്കാറില്ല. ദെൻ പിന്നീട് നമുക്ക് അവിടത്തേക്ക് വരാം, നമ്മുടെ റെസീപ്റ്റ് സൈഡിലേക്ക് വരാം. റെസീപ്റ്റ് സൈഡിൽ ആദ്യമായി കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം ബാലൻസ് ബ്രോഡ് ഔട്ട് ആണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എടുക്കാറില്ല. പിന്നീട് വരുന്നൊരു ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻസ്. ഈ ഒരു സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും വന്നിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷനിൽ പറയുന്നത് അരിയർ തന്നിട്ടുണ്ട് 24, കറണ്ട് ഇയറിൽ 1266 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. 48 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് കറണ്ട് ഇയറിലുള്ള സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 1266 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 200 രൂപ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ എവിടെ എടുത്തു പോയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനിൽ എടുത്തു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1266 രൂപ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനിൽ നിന്നും 200 രൂപ ഡൊണേഷൻ്റെ എമൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 200 രൂപ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. 1066 രൂപയാണ് കറണ്ട് ഇയറിലുള്ള നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്. പിന്നീട് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ദർ ആർ 450 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹3 എന്ന് പറഞ്ഞാൽ 450 മെമ്പേഴ്സാണുള്ളത്. ഓരോ ആൾക്കാരും 3 രൂപയാണ് ആനുവൽ സബ്സ്ക്രിപ്ഷനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 450 × 3 ചെയ്ത് കഴിഞ്ഞാൽ 1350 രൂപയാണ് ആക്ച്വലി നമുക്ക് എന്തായിട്ട് വേണ്ടത്, ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് വരേണ്ടത്.
പക്ഷേ ഇവിടെ 1066 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 284 രൂപ ഈ വർഷം ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. ആ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. 284. എങ്ങനെയാണ് ഈ 284 എങ്ങനെയാണ് കിട്ടുന്നത്? 450 മെമ്പേഴ്സ് ഉണ്ട്. ഓരോ ആൾക്കാരും 3 രൂപ വീതം വെച്ചിട്ടാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 1350 രൂപയാണ് ഒരു വർഷം വേണ്ടത്. പക്ഷേ നമുക്ക് ആക്ച്വലി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1066 രൂപ മാത്രമാണ്. 1350 നിന്നും 1066 മൈനസ് ചെയ്താൽ 284 രൂപ കിട്ടും. ഈ 284 രൂപ ഈ വർഷം നമുക്ക് ഇനിയും കിട്ടാനുള്ളതാണ്. അതാണ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ കറണ്ട് ഇയർ എന്ന് പറഞ്ഞിട്ട് അവിടെ 284 രൂപ കാണിച്ചിരിക്കുന്നത്. 1350 രൂപ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ദെൻ പിന്നീട് വരുന്നത് പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീനാണ്. ക്യാൻറ്റീൻ നടത്തുന്നതിലൂടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു റവന്യൂ നാച്ചുറലുള്ള ഇൻകമാണ്, റെസീപ്റ്റാണ് 900 രൂപ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് മിസലേനിയസ് ആണ്. മിസലേനിയസും നമുക്ക് റവന്യൂ നാച്ചുറൽ ഐറ്റമാണ്, നമുക്ക് എടുത്ത് എഴുതാം. ദ നെക്സ്റ്റ് ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ദെൻ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് 485 രൂപയാണ്. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡൊണേഷനാണ്. ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്നാമതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എൻറ്റയർ ഡൊണേഷൻ ആൻഡ് 3/4 ഓഫ് എൻട്രൻസ് ഫീ ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്നുണ്ട്. എൻറ്റയർ ഡൊണേഷനും ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡൊണേഷൻ എടുക്കാൻ പാടില്ല. മൊത്തം എമൗണ്ടും ഡൊണേഷൻ്റെ മൊത്തം എമൗണ്ടും ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് എൻട്രൻസ് ഫീ പറഞ്ഞിരിക്കുന്നത്. എൻട്രൻസ് ഫീ 600 രൂപയാണ്. ഈ 600 രൂപയിൽ 3/4 ഭാഗം, 600ൻ്റെ 3/4 ഭാഗം എൻട്രൻസ് ഫീസും ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 3/4 ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന 1/4 ഭാഗം, 4ൽ 1 ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ 600ൻ്റെ 1/4 എന്ന് പറയുന്നത് 150 രൂപയാണ്. ആ 150 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുക. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് റെസീപ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ദെൻ റെസീപ്റ്റ് സൈഡിലെ ഐറ്റംസും പേയ്മെൻറ്റ് സൈഡിലെ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാനുള്ള മറ്റെന്തെങ്കിലും ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, 5ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് 6000 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. സാധാരണ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാറില്ല, അതൊരു ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റമാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് വരുന്ന സമയത്ത് 6000ൻ്റെ 5%, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിങ് 6000ൻ്റെ 5% 300 രൂപയാണ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 156 രൂപയാണ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നത്. ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. ഡെബിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ സർപ്ലസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ് സർപ്ലസ് എന്ന് പറയുന്നത്. 156 രൂപയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സർപ്ലസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഐറ്റംസ് നമുക്കൊന്ന് നോക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മളുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ള എമൗണ്ട്, ക്യാഷ് ബാലൻസിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് സൈഡിലേക്ക് എടുത്തെഴുതണം. 1720 രൂപയാണ്. പിന്നീട് നമുക്ക് എടുത്തെഴുതാനുള്ള ഐറ്റംസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 750 രൂപയാണ്. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ പിന്നീട് പറയുന്നത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 5ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് 6000 രൂപയാണ്. അതിൽ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെസ് ഡിപ്രീസിയേഷൻ 300 രൂപ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്.
5% ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. 300 രൂപയാണ് ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ 5700 ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് വരുന്നത്. പിന്നീട് പറയുന്നത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ്. 4ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണാം, ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിൽ സ്റ്റേഷനറി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 54 രൂപയാണ്. ആ 54 രൂപയുടെ സ്റ്റേഷനറിയും നമുക്ക് കാണിക്കാം. ദെൻ പിന്നീടുള്ളൊരു ഐറ്റം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 284 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുകൂടെ ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. 450 മെമ്പേഴ്സാണുള്ളത്. ഓരോ ആൾക്കാരും 3 രൂപ വീതം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ചെയ്യുന്നത്. അതിൽ 27 റുപ്പീസ് ബീയിങ് ഇൻ അരിയേഴ്സ് ഫോർ 2023 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ഇയർ. 27 രൂപ നമുക്ക് അരിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അരിയറായിട്ട് കാണിക്കുന്നത് 24 രൂപയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 27 രൂപ കൂടെ നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടാനുണ്ടായിരുന്നു. അതിൽ 24 രൂപ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനിയും ബാലൻസ് ആയിട്ട് വരുന്ന 3 രൂപ ഇനിയും നമുക്ക് ഈ വർഷം കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 284 രൂപ പ്ലസ് 3 രൂപ കൂടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അങ്ങനെ ടോട്ടൽ 287 രൂപയാണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത്. ഇത്രയും ഐറ്റംസാണ് അസറ്റ് സൈഡിലേക്ക് വരുന്നത്. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ദെൻ പിന്നീട് ലാബിലിറ്റി സൈഡിലേക്ക് വരാം. ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 48 രൂപയാണ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ പിന്നീട് വരുന്നത് എപ്പോഴും എഴുതുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഞാനിവിടെ വർക്കിംഗ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റുള്ള എല്ലാ അസറ്റുകളും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുക. അതിൽ ക്യാഷ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ പറയുന്നുണ്ട് 27. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി പറയുന്നുണ്ട് 30. ബിൽഡിംഗ് 6000 രൂപയാണ്. ഇത്രയും ഐറ്റംസാണ് അസറ്റ് സൈഡിലേക്ക് വരുന്നത്. ലാബിലിറ്റി സൈഡിലേക്ക് ഐറ്റംസ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 6657 രൂപയാണ് നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത്. ഈ ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഫണ്ടിൻ്റെ എമൗണ്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. 6657 രൂപയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നതിലൂടെ കിട്ടിയിരിക്കുന്ന സർപ്ലസ് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്യുന്നതാണ് ആഡ് സർപ്ലസ്. ഇൻ കേസ് ഡെഫിസിറ്റ് ആണ് എങ്കിൽ, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആണ് കിട്ടുന്നത് എങ്കിൽ ആ ഡെഫിസിറ്റ് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർപ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ നമ്മളത് ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ ആഡ് ചെയ്യുകയും ദെൻ തൊട്ട് താഴെ ആഡ് ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റയർ ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. 1000 രൂപയാണ് ഡൊണേഷൻ്റെ എമൗണ്ട്. അതിൽ 200 രൂപ നമ്മളോട് സബ്സ്ക്രിപ്ഷനിൽ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡൊണേഷൻ എന്ന് പറയുന്നത് 1200 രൂപയാണ്. ഈ 1200 രൂപയും നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ടായിട്ട് മാറ്റണം. ദെൻ അടുത്തത് ആഡ് എൻട്രൻസ് ഫീസാണ്. മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 600 രൂപയാണ്. 600 രൂപയുടെ 3/4 ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ 1/4 ഭാഗം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 150 രൂപയാണ്. ആ 150 രൂപ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തിരിക്കുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ദെൻ ബാലൻസ് ആയിട്ട് വരുന്ന 450 രൂപയാണ് നമുക്ക് എൻട്രൻസ് ഫീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 600ൻ്റെ 4/3 ഭാഗം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 600 × 3/4 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 450 രൂപ കിട്ടും.
ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകളൊക്കെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 8463 രൂപയാണ് കിട്ടുന്നത്. ആ ഒരു ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 8511 രൂപയാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ടൊന്ന് നോക്കുക. ദെൻ ഡൊണേഷനും അതുപോലെ തന്നെ എൻട്രൻസ് ഫീസൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിംഗ് ബാലൻസും അതുപോലെ ക്ലോസിംഗ് ബാലൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.